പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. ഞാൻ പാസ്റ്റർ ചിത്തൻ വെള്ളക്കോട്ട. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നാം എല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിൽ, വിവിധ പട്ടണങ്ങളിൽ ആത്മമന ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവരിലേക്ക് ഇത് എത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് എന്ന് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ കേൾക്കുന്ന ലേഖ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്ക്, നിങ്ങളുടെ സാക്ഷിയിൽപ്പെട്ടവരിലേക്ക്, നിങ്ങളുടെ സ്നേഹിതരിലേക്ക് ഒക്കെ നിങ്ങൾ അയക്കുന്നെങ്കിൽ അവർ ആശ്വാസവും ധൈര്യവും പ്രാപിപ്പാനിടയായിത്തീരും. ഒരുപാട് നല്ല സന്ദേശങ്ങൾ എനിക്ക് എത്താറുണ്ട്. അത് നിങ്ങളിൽ ഓരോരുത്തരും അയക്കുന്ന അത് എത്തപ്പെട്ട് അവർ കേട്ട് പ്രാർത്ഥിച്ച് അവർ ധൈര്യം പ്രാപിക്കുന്നതാണ്. ഒരു വ്യക്തി കൂടി ക്രിസ്തുവിൽ ബലപ്പെട്ട് അവരുടെ മനസ്സിന് സമാധാനം ലഭിക്കുമെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ അവരിലേക്ക് എത്തിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ചിന്തിക്കാട്ടെ നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അവരെ പിന്തുടർന്നവരെ നീ പെരുവെള്ളത്തിൽ ഒരു കല്ലുപോലെ ആഴത്തിൽ എറിഞ്ഞു കളഞ്ഞു. ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന ഫറവോനെയും കൂട്ടരെയും കുറിച്ചാണ് പറയുന്നത്. നീ കടലിനെ അവരുടെ മുൻപിൽ വിഭാഗിച്ചു. അവർ കടൽ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു. അവരെ പിന്തുടർന്നവരെ നീ പെരുവെള്ളത്തിൽ ഒരു കല്ലുപോലെ ആഴത്തിൽ എറിഞ്ഞു കളഞ്ഞു. നെഹമ്യാ ചാപ്റ്റർ 9:11 എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഇന്ന് എന്നെ ചിന്തിപ്പിച്ച് ധൈര്യപ്പെടുത്തിയ ഒരു വചനം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പിന്തുടരുന്നവരെ ദൈവം ഒരു കല്ലുപോലെ എറിഞ്ഞു കളയുന്ന മണിക്കൂറുകളാണ് മുൻപിലുള്ളത്. വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ചിലത് പിന്തുടരുന്നുണ്ടല്ലേ. എത്ര തന്നെ നമ്മൾ ശ്രമിച്ചിട്ടും, എത്ര തന്നെ നമ്മൾ പറഞ്ഞിട്ടും, എത്ര തന്നെ നമ്മൾ ആ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടും ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ പിന്തുടരുക. ആ പിന്തുടരുന്നതിനെ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ കർത്താവ് ഹല്ലേലൂയ, എൻ്റെ യേശുപ്പച്ചൻ അതിനെ ഒരു കല്ലുപോലെ എറിഞ്ഞു കളയുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ പിന്തുടരുന്ന ചില വിഷയങ്ങളുണ്ട്. കല്ലുപോലെ അതിനെ എറിഞ്ഞു കളയുന്ന മണിക്കൂറുകൾ. അവിടെ നിന്ന് ഒന്നുകൂടി ഈ വചനം ഒന്ന് വിശ്വസിക്കുകയും, അവരെ പിന്തുടർന്നവരെ നീ പെരുവെള്ളത്തിലൊരു കല്ലുപോലെ ആഴത്തിൽ എറിഞ്ഞു കളഞ്ഞു. ആഴത്തിൽ ചില വിഷയങ്ങളെ എറിഞ്ഞു കളയുക. ഏത് വിഷയത്തെ എറിഞ്ഞു കളയുന്നത്? നിങ്ങളെ പിന്തുടരണം അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്തുടരുന്ന ചില വിഷയമുണ്ട്. നമ്മുടെ ഭവനത്തെ പിന്തുടരുന്ന ചില വിഷയമുണ്ട്. നമ്മുടെ ഭർത്താവിനെ, ഭാര്യയെ, നിങ്ങളുടെ ആത്മീയ വിഷയത്തെയൊക്കെ പിന്തുടരുന്ന ചിലതിനെ ഇന്ന് എറിഞ്ഞു കളയുക അല്ലേ. കുറച്ചു കാലം വലിയ ആത്മീയമായി വളരെ തീഷ്ണതയോടായിരിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അടുത്ത 6 മാസം എന്ത് ചെയ്യുന്നു? വളരെ താണുപോയി ഒരു പിന്മാറ്റാവസ്ഥയിലേക്ക് പോകും. വീണ്ടും അടുത്ത് കഴിയുമ്പോൾ അങ്ങനെ ഉയർന്നു വരുന്നു, താണു പോകുന്നു. അവസ്ഥയല്ല, പിന്മാറിപ്പോകുന്നു. അതല്ല, അതൊരു പിന്തുടർച്ചയാണ്. അതിനെ ഇന്ന് പകൽ കല്ലുപോലെ എറിഞ്ഞു കളയുക. നിങ്ങളുടെ കുടുംബജീവിതത്തെ പിന്തുടരുന്ന വിഷയത്തെ കല്ലുപോലെ കർത്താവ് എടുത്ത് ആഴത്തിലേറി, ഒരു കല്ലെടുത്ത് ആഴത്തിലിടുന്നത് പോലെ ആ വിഷയം ദൈവം എറിഞ്ഞു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിച്ച് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനായി സ്തോത്രം. എല്ലാവരെയും ബലപ്പെടുത്തിയാട്ടെ, ശക്തീകരിച്ചാട്ടെ. പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.